കരയിലെ തെരച്ചിലില് അത് നമുക്കത് ഇനി അത് വീണ്ടും വീണ്ടും പറയുന്നതിൽ അർത്ഥമില്ല. കാരണം അവിടെ നമ്മുടെ ദുരന്തം സംഭവിച്ചതിന് ശേഷം അവിടെ നടന്നത് രക്ഷാപ്രവർത്തനമല്ല. അവിടെ നടന്നത് തികച്ചും റോഡിലെ മണ്ണുമാറ്റൽ പ്രക്രിയ മാത്രമാണ്. അതുകൊണ്ടാണല്ലോ പുഴയുടെ തീരത്തേക്ക് ഒലിച്ചുപോയ ചായക്കടയും അല്ലെങ്കിൽ അവിടേക്ക് അകപ്പെട്ട മറ്റ് ലോറിയും വസ്തുക്കളുടെയും മേളിലേക്ക് വീണ്ടും മണ്ണ് കോരിയിടുന്ന അവസ്ഥ ഉണ്ടായതും വീണ്ടും നമുക്ക് ലഭിച്ച നമ്മുടെ പ്രയത്നത്തിന്റെ ഫലമായി ലഭിച്ച സിഗ്നലുകളുടെ അടിസ്ഥാനത്തിൽ അവിടെ വീണ്ടും ആ മണ്ണ് തന്നെ നമ്മൾ മാറ്റി തിരയേണ്ട അവസ്ഥയൊക്കെ ഉണ്ടായത് അവിടെ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇല്ലായിരുന്നു എന്നുള്ളത് തന്നെയാണ്. ഇപ്പൊ ഞാന് പങ്കെടുത്തിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ വിജയിപ്പിച്ചെടുത്തിട്ടുള്ള ധാരാളം ദുരന്ത മുഖങ്ങളിൽ നമ്മൾ ആരംഭം തൊട്ടേ അതിന്റെ എല്ലാ കാര്യങ്ങളും പഴുതുകളും അടച്ചിട്ടുള്ള രക്ഷാപ്രവർത്തന രീതിയാണ് സാധാരണ അവലംബിക്കുന്നത്. കേരളത്തിൽ അത് വളരെയധികം സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടതാണ്, വിജയിച്ചു കണ്ടതാണ്. അപ്പം അതിവിടെ ഉണ്ടായില്ല. അത് പോട്ടെ, സംഭവിച്ചതിനെ കുറിച്ച് ഇനി നമ്മൾ പറയുന്നതിൽ അർത്ഥമില്ല. ഇപ്പൊ നമ്മൾ നിൽക്കുന്ന നിലയിൽ നിന്ന് നാളെ നമ്മുടെ കയ്യിൽ നിന്ന് ഇത് പോകാതെ അതിനെ വിജയിപ്പിക്കാനുള്ള മാർഗം എന്തെന്ന് ആലോചിക്കുന്നതിലാണ് നമ്മളുടെ വിജയിക്കുന്നത്. അത് ആ മാർഗം ആലോചിച്ച് കൃത്യമായ ഒരു പ്ലാൻ തയ്യാറാക്കുകയും ആ പ്ലാൻ അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോയി ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ നമ്മളുടെ ദൗത്യത്തെ വിജയത്തിലെത്തിക്കാൻ കഴിയുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. കാലാവസ്ഥ ശ്രീ പ്രദീപ്, കാരണം ഇപ്പോൾ 11ാമത്തെ ദിവസമാണ്. നമുക്കറിയാമല്ലോ, ഒരു കുടുംബത്തെക്കുറിച്ചായാലും ഇത്രയും ദിവസം അവരുടെ വ്യാകുലതകൾ, അവിടെ എത്തിയിരിക്കുന്ന ടീം, അത് ഏതൊക്കെ ടീമാണ്, ഏതൊക്കെ മേഖലയിൽ നിന്ന് ഉള്ള ആളുകൾ അവിടെ ഉണ്ട് എന്നറിയാം. അവരൊക്കെ കൈകോർത്തുകൊണ്ട് എല്ലാ തരത്തിലും അവർ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ കൈകോർത്ത് നിൽക്കുകയാണ്. പക്ഷേ പ്രകൃതി പരുവപ്പെടുന്നില്ല എന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി, ഇവിടുത്തെ ഒരു ടെറൈനിൻ്റെ പ്രത്യേകത, അവിടുത്തെ കാലാവസ്ഥയുടെ പ്രത്യേകത, ഈ ഒരു ദിവസം പോലും നമുക്കൊന്ന് സ്വസ്ഥമായിട്ടൊന്ന് നിൽക്കാൻ പരുവപ്പെട്ട ഒരു ദിവസം പോലും ഈ 11 നാൾ ഉണ്ടായിട്ടില്ല പ്രകൃതിയുടെ ഭാഗത്ത് നിന്നും. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇനിയും എത്ര ദിവസങ്ങളോളം എന്നുള്ളൊരു ആശങ്കയുണ്ടല്ലോ, പരന്ന ആശങ്ക. തീർച്ചയായിട്ടും ആ ആശങ്ക നിൽക്കുമ്പോൾ നമുക്ക് ഒന്ന് മനസ്സിലാക്കണം, നമ്മളുടെ അവിടുത്തെ കാലാവസ്ഥയെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പെയ്യുന്ന മഴയുടെ തോത് മാറ്റാനോ അല്ലെങ്കിൽ അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനോ ഒന്നും കഴിയത്തില്ല. അതിനെ നമ്മൾ പ്രതിരോധിച്ചേ മതിയാവും. പുഴയിലെ ഒഴുക്കിനെ നമ്മൾക്ക് പ്രതിരോധിക്കാൻ മനുഷ്യ സഹജമായ എന്താ മാർഗം എന്ന് ആരായുന്നതിലാണ് ഈ സമയത്ത് നമ്മളെ അർജുനെ വീണ്ടെടുക്കണം, അതല്ലെങ്കിൽ അവിടെ അകപ്പെട്ട ആളുകളുടെ രക്ഷാപ്രവർത്തനം നടത്തണമെന്നുണ്ടെങ്കിൽ പുഴയിലെ ഒഴുക്കിനെ ഈ ഘട്ടത്തിൽ നമുക്ക് പ്രതിരോധിക്കാൻ നമുക്ക് സ്വീകാര്യമായ മാർഗം എന്തെന്ന് ബന്ധപ്പെട്ട അധികാരികളും അല്ലെങ്കിൽ ആ മേഖലയെ പരിചയമുള്ളവരുമായിട്ട് ചർച്ച നടത്തി കൃത്യമായ ഒരു നിഗമനത്തിലെത്തണം. എങ്കിൽ മാത്രമേ നമുക്ക് അതിലേക്ക്, അല്ലാതെ നമ്മളിപ്പോ കാണുന്ന ഒരു നിലയിലേക്ക് ഇന്നലെ നമ്മൾ കരുതി ഇന്നുള്ള രക്ഷാപ്രവർത്തനം കുറെ കൂടി ഊർജിതമാവും, അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇപ്പം പുതിയതായിട്ട് 2 ബോട്ടുകൾ, യന്ത്രവൽകൃത ബോട്ടുകളൊക്കെ അവിടെ എത്തിച്ചു. അപ്പം 1 2 ബോട്ടുകളൊന്നും പോരാതെ വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വലിയ വിസ്തൃതമായ പ്രദേശം, വലിയ ആഴത്തിലുള്ള ഒരു പുഴയും ആയതുകൊണ്ട്, അത്ര ഒഴുക്കുള്ളതുകൊണ്ട് എത്രമാത്രം വലിപ്പവും ശേഷിയുമുള്ള യാനങ്ങൾ എത്തിക്കാൻ കഴിയുമെന്നുള്ളിടത്താണ് അത് നമ്മൾ റോഡ് മാർഗം എത്തിക്കണമെന്ന് നമുക്കറിയാം. അപ്പൊ അത് നമ്മളുടെ വാഹന സൗകര്യം അതിന് ലഭ്യമാണോ, നമ്മുടെ റോഡ് അതിന് അനുയോജ്യമാണോ, അപ്പം അത്തരം സാധനങ്ങൾ അവിടെ എത്തിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഏകോപനം എങ്ങനെയൊക്കെ ആയിരിക്കണം, ഇതെല്ലാം ഒരു മാനേജ്മെന്റ് സംവിധാനത്തിന്റെ ഭാഗമാണ്. 11 ദിവസം എന്ന് നമ്മൾ പറയുമ്പോൾ ഞാനതിനെ ഒരു അത്ര വലിയ ദിവസമായിട്ട് അല്ലെങ്കിൽ അത് കൂടുതലായിട്ട് ഞാൻ കാണുന്നില്ല. കാരണം 22 ദിവസവും അല്ലെങ്കിൽ മാസങ്ങൾ തന്നെ ഓരോ ആളുകൾക്ക് വേണ്ടി തെരച്ചിൽ നടത്തിയ ദൗത്യ സംഘത്തിന്റെ ഭാഗമായിരുന്ന ആളാണ് ഞാൻ. മാസങ്ങൾ തന്നെ നമ്മുടെ ഇടുക്കി ജില്ലയിലുള്ള പല പുഴകളിലും അകപ്പെട്ട വ്യക്തികൾക്ക് വേണ്ടി മാസങ്ങൾ തന്നെ തെരച്ചിൽ നടത്തുകയും അതിനുശേഷം കണ്ടെത്തുകയും ഒരു പ്രാദേശികമായ വലിയൊരു സംവിധാനത്തെ വികസിപ്പിച്ചെടുത്തുകൊണ്ട് അത് വിജയിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് പെട്ടിമുടി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ. കാരണം നമുക്ക് നമ്മുടെ ടെറൈൻ എന്താണെന്ന് മനസ്സിലാക്കി അതിനനുയോജ്യമായ ഒരു സംവിധാനത്തെ നമ്മൾ രൂപപ്പെടുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, വളരെ നന്ദി ശ്രീ പ്രദീപ് TR, റിട്ടയർഡ് ഫയർ ഓഫീസറാണ് നമ്മോട് പ്രതികരിച്ചത്. വളരെ നന്ദി താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ ഈ ഘട്ടത്തിൽ പങ്കുവച്ചതിന്. ഈ 4ാമത്തെ സിഗ്നൽ കേന്ദ്രീകരിച്ച് തിരച്ചിൽ വ്യാപിപ്പിക്കണമെന്ന് റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ പറഞ്ഞു. 4ാമത്തേത് അർജുൻ്റെ ലോറിയാകാൻ സാധ്യത കൂടുതലാണ്. ആദ്യത്തെ 2 സിഗ്നൽ നേരത്തെ റോൾ ഔട്ട് ചെയ്തിരുന്നു. ആദ്യത്തെ 3 സിഗ്നലിൽ ഹീറ്റ് സെൻസ് ചെയ്തിരുന്നില്ലെന്നും അദ്ദേഹം മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു.